ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കെ. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ തലവലുമ്പോൾ ഒന്നിൻ്റെ അവസ്ഥകളാണ് കാണിക്കുന്നത്. അപ്പോൾ മക്കളെ തലവലുമ്പോൾ ഒന്നായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലാണ് കേട്ടുള്ളത്. ഹോസ്പിറ്റലിൽ ഇതാ ടോക്കൺ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, മോൾക്കെല്ലാം കഫക്കെട്ടുണ്ട്. കഫക്കെട്ടുണ്ട് മാറുന്നില്ല കേട്ടോ. അപ്പോൾ ഓളെ കാണിക്കും ചെയ്യണം. പിന്നെ എനിക്ക് വായ്പൊന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് മുറി ചുണ്ടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ മുറിയിട്ട് ഒന്നും കഴിക്കാനും വയ്യ, മുറിയിട്ട് വായ്പ തുറക്കാൻ വയ്യാതെ വേഗത്തിന് സംസാരിക്കാനും വയ്യാത്ത വേദനയൊക്കെ ഉണ്ട്. ഈ നോമ്പൊക്കെ ഇല്ല, അപ്പോൾ അത്താഴത്തിന് വീശാലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എല്ലാം ബുദ്ധിമുട്ടുണ്ട്. 30 ടോക്കണോളം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കാണിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ 1:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോൾക്കുള്ള മരുന്നും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മരുന്നുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുടിക്കാനുള്ളതിൽ ബാക്കിയാണ് രാത്രി സമയം കുടിക്കാനുള്ളത്. അതാണ് ഞാൻ എനിക്കൊന്ന് ഇട്ട് വെച്ചിട്ടാണ് മോൾക്കുള്ള കഞ്ഞി എടുത്തിട്ടുണ്ട്. മോൾക്ക് ഞാൻ പോകുമ്പോൾ കുക്കറിൽ കുറച്ച് കഞ്ഞി വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ വന്ന പാടന്നെ നേരെ പാടായി വെച്ചിട്ട് കഞ്ഞി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി എടുക്കാൻ എന്ത് പറയുമെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ പിന്നെ കഞ്ഞിയൊക്കെ കൊടുത്ത് നമ്മൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഉറങ്ങിയാൽ നമുക്ക് അധികം ക്ഷീണമാണല്ലോ. പിന്നെ അടുക്കളത്തെ പണിയൊന്നും എടുക്കാൻ വയ്ക്കില്ല. അപ്പോൾ അതന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ തന്നെ ക്ഷീണം തലവേദനയൊക്കെ ഇരുന്നിട്ടോ. അത് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ മക്കളൊക്കെ നോമ്പറക്കാൻ വരുമ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 3 മണിയൊക്കെ ആവാൻ നേരത്താണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നത്. അപ്പോൾ അതാ പെട്ടെന്ന് നോക്കുകയാണ് ഇതും ഇനി ആദ്യം തന്നെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാത്രി ചിക്കനൊക്കെ റെഡിയാക്കിയാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൊടുന്നപ്പെട്ട ബോക്സിലാക്കിയാണ്ട് വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് ഐസ് പോകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഇത് തക്കാളിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ടുകൊണ്ട് മൂടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വറുത്തരച്ച കറി ഉണ്ടാക്കാൻ ഇപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്ത് വെച്ചത് നല്ല ഉപകാരമായി കേട്ടോ. പിന്നെ നമ്മൾ നോമ്പുരാവിൻ്റെ അന്ന് ഇത് ചെയ്ത് വെച്ചതാണല്ലോ. കുറച്ച് തേങ്ങ വറുത്തതും വറുക്കാത്തതും വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മല്ലിയില കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും കഴുകിയിട്ട് ബോക്സിലാക്കിയൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തുകൊണ്ട് ആദ്യം തന്നെ അവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നു, അതിൻ്റെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ആവശ്യമുള്ളത് ഞാനിത് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചത്തേങ്ങയും കുറച്ച് കൂട്ടട്ടോ. ഞാൻ കുറച്ച് പച്ചത്തേങ്ങയും കൂടി പിന്നെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അരച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇഞ്ചും വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ കൊണ്ട് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ അതുപോലെ കറിവേപ്പില. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ. കറിവേപ്പിലാണെങ്കിലും മല്ലിയിലൊക്കെ ആണെങ്കിലും ഇതുപോലെ ബോക്സിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മോളാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങയിൽ ഇങ്ങനെ കളിച്ച് നിൽക്കണം കേട്ടോ. ഞാൻ ആ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒന്നും കൊണ്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണം ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെയാണ് ഉപകാരം എന്നുള്ളത്. അപ്പോൾ അടുക്കളത്തെ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തന്നെ വേണ്ട, എത്ര വയ്യെങ്കിലും നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അത് കറിയാണ്ട് റെഡി ആയതിൻ്റെ ശേഷമാണ് ഇനി പത്തിരി ഉണ്ടാക്കാൻ. ഫസ്റ്റത്തെ നോമ്പല്ലേ, അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ. അപ്പോൾ ഫസ്റ്റത്തെ നോമ്പായിട്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിലാണ് ഉണ്ടായത് കേട്ടോ. മാറുമെന്ന് വിചാരിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളികയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കാണിക്കാൻ പോയതായിരുന്നു കേട്ടോ. കാണിക്കാൻ പോയപ്പോൾ അത്യാവശ്യം ആളുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ അതുകൊണ്ട് ഒരുപാട് നേരമായി. രാവിലെ നീച്ച് അടിക്കലും തുറക്കലും എല്ലാ പരിപാടിയും ഒക്കെ കഴിഞ്ഞ് മോൾക്ക് ചായ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോൾ കുക്കറിൽ കുറച്ച് കഞ്ഞിയും കൂടിയാണ് വെച്ചായിരുന്നു. അപ്പോൾ ഇനി വന്നേക്ക് കൊടുക്കാമല്ലോ വിചാരിച്ചു. വന്നപ്പോൾ ഒരുപാട് നേരമായിന്ന്. അവിടുന്ന് കാണിക്കാൻ അവനെ ഹെൽത്തേക്കാണല്ലോ പോയത്. ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാമറ ഓണാക്കി കഴിഞ്ഞ് പിന്നെ ഓൾക്കുള്ളതാണ് കേട്ടോ. ഓളെ ഒപ്പനൻ്റെ ഓരോന്നിങ്ങനെ കാണിക്കൽ. അപ്പോൾ ഡാൻസ് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മല്ലിയിലൊക്കെ ബോക്സിലാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒന്നും എന്നും എടുക്കണില്ല, എപ്പോഴെങ്കിലും എടുക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ എടുത്തിട്ട് എന്നെ പിന്നെ എഡിറ്റ് ചെയ്തിട്ടൊന്ന് വിടാൻ പിന്നെ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഈ നോമ്പും കാര്യമാകുമ്പോൾ നമുക്ക് നിസ്കാരം ഓത്തും അങ്ങനത്തെ ഒക്കെ ഉള്ള ഓരോ പരിപാടികൾ അതും ഒക്കെ കഴിയണം. പിന്നെ വീട്ടിലുള്ള പണിയൊക്കെ നടക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുത്തിട്ട് വിടാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇക്കാരല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇടയ്ക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രണ്ടാമത്തെ നോമ്പിനും ഇതന്നെയൊക്കെ ഇരുന്ന് അവസ്ഥ. അതേപോലെ കുറച്ച് പത്തിരി തന്നെയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അത്താഴത്തിനും കഴിക്കാമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ അന്ന് അത്താഴത്തിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഓട്സ് മതി എന്ന് പറഞ്ഞിട്ട് അതന്നെ ഉണ്ടാക്കിട്ടോ.
ചിക്കനൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് കറിയൊക്കെ അവിടെ തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊടിയും കൂടി ഒന്നുകൊണ്ട് വാട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ചിങ്ങാണ്ട് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി പൊടി അത്യാവശ്യം നന്നായിട്ട് വന്നാലേ ഉള്ളൂ നമ്മൾ പത്തിരി നല്ല ഉഷാറായി കിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഉരത്തുങ്ങാണ്ടിരിക്കും കേട്ടോ പത്തിരി. അപ്പോൾ നമ്മൾ ഒരു കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ളതിലാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ 2-2.5 കപ്പോളം പൊടിൻ്റെ ഇരുന്നിട്ടത്. അപ്പോൾ അതാ അത്യാവശ്യം ഞാൻ പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നോമ്പല്ല, അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ ആവശ്യം ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരു നോമ്പ് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത്ര തന്നെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ചിക്കൻ്റെ കറി ഞാൻ പൊടികളൊക്കെ എണ്ണയിലൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയായി തേങ്ങ വറുത്തരച്ചതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ആ കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് കയ്യിലുള്ള കിഴങ്ങാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് കറി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ഷീണം കേടും ഒക്കെയാണ് ഈ കറിയല്ലേ. പിന്നെ എങ്ങനെയായാലും ഇത് കഴിക്കാനൊക്കെ ഉണ്ടാക്കണമല്ലോ അത് വിചാരിച്ചിട്ട് പിന്നെ നമ്മളതൊന്നും നോക്കാതെ എളുപ്പം അടുക്കളയൊക്കെ കണ്ട് വരുമല്ലോ. അങ്ങനെ കറിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിക്ക് മല്ലിയിലയും കൂടി ഇട്ടുകൊണ്ട് ഞാനൊന്നാണ്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പത്തിരി ഇതാ വാട്ടിയത് ഞാൻ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം മൂടി തന്നെ അങ്ങനെ ഇരിക്കണം. പിന്നെ അതിൻ്റെ ശേഷം ഒന്ന് ചാമ്പിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനിതാ കുറച്ച് ചിക്കൻ അതിന് കറിയിൽ നിന്ന് ഞാൻ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ 4 കഷ്ണം കറിയാണെങ്കിലും ഞാൻ പൊരിച്ചത് 2 കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ പത്തിരിക്കല്ല, ഇന്നിപ്പോൾ ചോറ് ഇനി കഴിക്കുന്നുണ്ടെങ്കിൽ വേറെ മീനൊന്നുമില്ല. അപ്പോൾ അതിക്ക് ഒരേ കഷ്ണം മക്കൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ചിരങ്ങ എന്തെങ്കിലും താളിപ്പ് ഉണ്ടാക്കുക, ചോറിന് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രാത്രിയാണെങ്കിൽ ചോറ് ഗ്യാസുമ്പോൾ കുറച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിതാ അതിക്കുള്ള ഈ ചിക്കൻ ഇതാ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് ഞാനത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പൊരിച്ചതിന് എടുത്തുകൊണ്ട് സമൂസക്ക് കൊടുക്കണം. അല്ലാതെ പൊടി ഞാനിതാ കുറച്ച് നേരം മൂടിയിട്ട് എടുത്തിട്ട് റാക്കൊക്കെ എല്ലാം കഴുകി തുടച്ച് എടുത്തിട്ട് അവിടെ നിന്ന് ചാമ്പി അടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രത്തിൽ ഇട്ട് ചാമ്പിയാലൊന്നും റെഡി ആയി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇവിടെ ഇട്ടിട്ട് ചാമ്പിയിട്ടുണ്ടായാലും ഷാറായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് ഇക്കാനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്പർത്തി തരാൻ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ആവണില്ല കേട്ടോ ചെയ്യാൻ. അപ്പോൾ നോമ്പായിട്ട് ക്ഷീണം വയ്യാത്ത ക്ഷീണമൊക്കെ കൂടായിട്ട് വയ്യാത്ത കാരണം അങ്ങനെയൊന്നും ഫുഡ് കഴിക്കാനൊന്നും വയ്യാത്ത കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാത്രി ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നോമ്പിന് നല്ല ക്ഷീണം കാണുന്നുണ്ട്. രാത്രി കഴിച്ചിട്ടില്ല. പിന്നെ അത്താഴത്തിനാണെങ്കിലും ഒരു ഗ്ലാസ് ഓട്സാട്ടോ കുടിച്ചത്. കാരണം തന്നെ തീരെ വയ്യായിരുന്നു. അപ്പോൾ വയ്ക്കണ പോലെ ഇങ്ങനെ ഏതും ചെയ്തൊപ്പിക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് പത്തിരി ഞാനവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. ബാക്കിയുള്ള പരത്തലും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിന് ചുടലും കൂടിയാണ് നടന്നോട്ടെ വെച്ചിട്ട്. അപ്പോൾ അമർത്താൻ വന്നപ്പോൾ തന്നെ മോള് ഞാൻ അമർത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കുകയാണ്. അപ്പോൾ ഓളോടാൻ പറഞ്ഞ ജ്വരം ഉണ്ടെങ്ങനെ കൈയൊക്കെ കൊടുത്താൽ മതി, അത് അമർത്തണേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ സമാധാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊടുത്തു. അല്ലെങ്കിൽ ഓളെ അമർത്തി തരും കേട്ടോ. പക്ഷെ ഓളെ അമർത്തിയാൽ തീരണ്ട് പരകൂല. അപ്പോൾ ഞാൻ അമർത്തിക്കൊണ്ടും ചുടലുണ്ട്. അമർത്തി ചുട്ടിട്ടുണ്ടെങ്കിൽ ആ പത്തിരി എന്തോ പോലെ ഉണ്ട് എനിക്ക്. അമർത്തിയ പാട് ചുട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കണ്ട് പരത്തിയെടുത്താലൊക്കെ ഇഷ്ടമാവുള്ളൂ. എന്നാലും നല്ല സോഫ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ പത്തിരി. ചിലവരാരിങ്ങനെ പരത്തി ചുട്ടിട്ടുണ്ടെങ്കിൽ തീരെ സോഫ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെ ചുട്ടിട്ട് ഒരു കുഴപ്പം തോന്നിയിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടാവലുണ്ട്, ഒരു കുഴപ്പമുണ്ടാവില്ല. പിറ്റേന്നൊക്കെ നല്ല മഴ ഉണ്ടാവും കേട്ടോ. പിറ്റേ ദിവസം വാട്ടിനോട് തന്നെ കേട്ടോ പത്തിരീൻ്റെ കാര്യം. അപ്പോൾ പൊടിയിൽ അത്യാവശ്യം വെള്ളം വേണം, അപ്പോഴാണ് നമ്മളെ പത്തിരി നന്നായി കിട്ടുള്ളൂ. വണ്ടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് വണ്ടിയിൽ നല്ല മഴ ഉണ്ട്. ഇനി ഞാനിതാ ഈ പാത്രത്തിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരി വല്ലാതെ കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാനും അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കറിയും പത്തിരിയൊക്കെ റെഡി ആയതിൻ്റെ ശേഷം അസറാങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അസർ നിസ്കരിച്ച് വന്നതിൻ്റെ ശേഷം വേണം സമൂസൊക്കെ റെഡിയാക്കാൻ. പാത്രങ്ങളൊക്കെ കഴുകി തോത്തി തുടച്ചിട്ട് നമ്മൾ നിസ്കരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമൂസൊക്കെ ഉള്ളത് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പോലെ കെട്ടിക്കാണ്ട് വാട്ടിയെടുത്തിരുന്നു. അപ്പോൾ എനിക്കൊരു കിഴങ്ങാണ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിരുന്നിട്ട്, ചെറിയൊരു കിഴങ്ങിൻ്റെ പകുതി. പിന്നെ ചിക്കൻ ഒന്നും കണ്ട് ക്രഷ് ചെയ്തിട്ടാണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സമൂസേൻ്റെ ഫില്ലിങ്സ്. ഗ്രീൻ പീസ് വെക്കണം എന്ന് വിചാരിച്ചു, അപ്പോൾ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആക്കി റെഡി ആക്കിയാണ്ടത് സമൂസയും പൊരിച്ചെടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു എണ്ണക്കടി വേണം കേട്ടോ നോമ്പറക്കണ സമയത്ത്. പിന്നെ ഈ ആൺകുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ വേണം. നമ്മളൊറ്റക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിചാരിക്കും ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു കഞ്ഞിയോ ചോറോ എന്തെങ്കിലും ഒന്നും മതിയെന്ന്.
അപ്പോൾ കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ട. അപ്പോൾ നാടൻ ഉമ്മക്കായ എന്നല്ല നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇത് നെട്ടി ചെത്തിയപ്പോൾ ചുവപ്പ് കളർ, അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോമ്പറക്കാനാകുമ്പോഴത്തേന് ഒരു ചുവപ്പ് കളറായി. അപ്പോൾ അതും ചെത്തി നുറുക്കിയെടുത്ത് കണ്ട് അതും വെച്ചിട്ടുണ്ട്. പിന്നെ സമൂസയും ഈത്തപ്പഴവും അങ്ങനെ ചക്കരമത്തനും ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ നോമ്പറന്നിട്ടോ. എല്ലാവരും കൂടി നോമ്പറന്ന് ഷറവിന് നിസ്കാരം കഴിഞ്ഞാണ്ട് തന്നെ കുറച്ച് ചായ കുടിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ചായ കുടിക്കാഞ്ഞിട്ട് ഭയങ്കര ഒരു പൊറുതിയായിട്ടോ. അപ്പോൾ ഈ ചൂടുള്ള ചായ കുടിക്കാൻ നോക്കുമ്പോൾ തന്നെ വായക്ക് പറ്റണില്ല കേട്ടോ. പറ്റണ പോലെ കുറച്ച് ചൂടാറ്റിക്കാണ്ടൊക്കെ ലേശം കുടിച്ചിട്ട് 2-3 പത്തിരി എടുത്തുകൊണ്ട് കഴിക്കാൻ നോക്കി. അതും നായ നീറിയിട്ട് കണ്ണിന്നൊക്കെ വെള്ളം ചാടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു കഴിച്ചത് തന്നെയാണ് കേട്ടോ. പിന്നെ ഒന്നും നമ്മൾ പിന്നെ ചോറും കഴിച്ചിട്ടില്ല. ഗുളിക കുടിക്കാൻ വേണ്ടിയിട്ടാണ് അതന്നെ കഴിച്ചത്. അപ്പോൾ ഗുളികയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ അത് ചായ കുടിച്ചതിന് ശേഷം അപ്പോൾ മോളൊക്കെ ഇവിടെ പറഞ്ഞിരുത്തിയതാണ്. അപ്പോൾ ഓൾക്ക് കഴിക്കാനൊന്നും ആവശ്യമില്ല, ഓൾക്ക് തന്നെ കളിച്ചാൽ മതി. അപ്പോൾ അവിടെയൊക്കെ പൊടിച്ചിരുത്തി ഒരപ്പം നിന്നിട്ടോ. പിന്നെ ഞാനിതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നിസ്കാരമൊക്കെ ഇശാ നിസ്കാരം നമസ്കാരമൊക്കെ കഴിഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതാ ഒരു ചിരങ്ങൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, ഇളയ ചിരങ്ങ കേട്ടോ. അന്നേരം അതിൻ്റെ തോലൊന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് താളിപ്പുണ്ടാക്കുകയാണ്. പിന്നെ ആ ചിക്കൻ പൊരിച്ചതും ഉണ്ടല്ലോ, അത് കൂട്ടിയിട്ട് വേണമെങ്കിൽ അവർക്ക് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ ചോറ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ചോറൊന്നും അങ്ങനെ തിന്നിട്ടുണ്ടായിരുന്നില്ല, ഓരോ കോരി ഇന്നാലും തിന്നിക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയെന്ന് അപ്പോൾ അതും കൂട്ടിയിട്ട് അവർ ചോറൊക്കെ തിന്ന്. പിന്നെ ഞാൻ ചോറൊന്നും തിന്നിട്ടില്ല, ഗുളികയൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് പിന്നെ എപ്പോഴും പണിയാണല്ലോ അല്ലേ പെണ്ണുങ്ങൾക്ക്. നോമ്പാണെങ്കിലും അല്ലെങ്കിലൊക്കെ വെയ്യാന്നൊന്നും പറഞ്ഞ് ഇരിക്കാൻ തോന്നില്ല. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് പിന്നെ എത്രയാണ് കഴിക്കല്ലേ. നോമ്പൊക്കെ ആകുമ്പോൾ എല്ലേതും കടയിൽ നിന്ന് വാങ്ങിയാലും മുതലാവില്ലല്ലോ. പിന്നെ ഉള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കല് നല്ലത് വിചാരിച്ചിട്ട് ഓരോന്നും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ചിരങ്ങൊക്കെ നുറുക്കിയിട്ട് ഇങ്ങനെ കുക്കറിൽ ഇട്ടെടുക്കുകയാണ്. ഉപ്പതും കൂടി ഇട്ടാണ് വെച്ചുകൊണ്ട് ലാസ്റ്റ് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ വറ്റൽമുളകൊക്കെ ഇട്ടുകൊണ്ട് ഒന്നുണ്ട് താളിച്ച് റെഡിയാക്കി കൊടുത്താലും അവൻ ചമ്മന്തി ഉണ്ട്, അതും ചിക്കൻ പൊരിച്ചതിൻ്റെ കുറച്ചുണ്ട്, അതും കൂടി കഴിച്ചോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്താണെന്നൊന്നും അറിയില്ല, ഇതുപോലെ മോഡൽ ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് എടുക്കും. എന്നിട്ട് എല്ലാ നോമ്പിൻ്റെ ഒന്നും എടുക്കണില്ല എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആവണില്ല എന്നിങ്ങനെ വീഡിയോ എടുക്കാനും ചെയ്യാനൊന്നും. അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.